കാപ്പ ചുമത്തപ്പെട്ട തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർ സുഗതന് ഇടക്കാല ജാമ്യം ലഭിക്കുകയാണ്. 2 കേസുകളാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം. വളരെ ബുദ്ധിപരമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞ് സുഗതനെ ഇറക്കാൻ ഇവിടെ നമ്മുടെ കൊക്കിന് ചെയ്യണമെങ്കിൽ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. എന്തൊക്കെയായിരുന്നു ബഹളങ്ങള്. മലപ്പുറം കത്തി അമ്പും വില്ലും അവസാനം പവനായി ശവമായി എന്നുള്ളൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചല്ലോ. ഇതെങ്ങനെ സംഘികളുടെ ഈ ഒരു വിജയം എങ്ങനെയാണ് കമ്മിയും കൊങ്ങിയും ഒക്കെ സഹിക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ശബരിനാഥന്റെ കാര്യമാണ്. എങ്ങനെ സഹിക്കും ഇത് ശബരിനാഥൻ? കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തേക്ക് സുഗതനെ കയറ്റത്തില്ല എന്നൊക്കെ വെല്ലുവിളിച്ച ശബരിനാഥന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കാണേണ്ടതെന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശബരിനാഥൻ സുഗതൻ ഈ പറയുന്ന കോർപ്പറേഷനിലോട്ട് കാലുകുത്തുന്നതോടു കൂടി തന്നെ ശബരിനാഥൻ തന്റെ കൗൺസിലർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പടി ഇറങ്ങുമെന്നാണ് തോന്നുന്നത് ഈ പോക്കാണെങ്കിൽ. കാരണം അതാണ് നല്ലത്. കാരണം ഇത്രയൊക്കെ വെല്ലുവിളിച്ചിട്ട് സുഗതൻ ആ വെല്ലുവിളിക്ക് പുല്ലുവില നൽകിക്കൊണ്ട് ഈ പറയുന്ന കോർപ്പറേഷൻ കാലുകുത്തുന്ന തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ മാറിയാൽ ശബരിനാഥൻ മിക്കവാറും ആ കൗൺസിലർ സ്ഥാനം അങ്ങ് രാജിവെച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് എടുത്ത് പറയേണ്ടി വരും. വല്ല ആവശ്യമുണ്ടായിരുന്നോ ഇതുപോലെ ഈ പറയുന്ന രീതിയിൽ വെല്ലുവിളിയൊക്കെ നടത്താനായിട്ട്? എന്തിന്റെ സൂക്കേടായിരുന്നു ശരിക്കും പറഞ്ഞാൽ? ഇപ്പോൾ ജാമ്യം കിട്ടി സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് ഇനി എന്ത് നാടകമാണ് ഈ പറയുന്ന LDF-ഉം UDF-നും കളിക്കാനുള്ളത് എന്നാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സുഗതനെ ഇപ്പോൾ മലർത്തി അടിച്ച് മേയർ VV രാജേഷിനെ ആ കസേരയിൽ നിന്ന് ഇപ്പോൾ അങ്ങ് പിടിച്ച് താഴെ ഇറക്കി കളയാം എന്ന ആ ഒരു വ്യാമോഹത്തിൽ നിന്ന് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മണ്ടക്കിട്ട് കൊട്ടുന്ന തരത്തിലുള്ള ഒരു അടിയായി പോയി കോടതി വിധി എന്ന് പറയുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതാണ് പറയുന്നത് അതിമോഹം ആപത്താണ് എന്നുള്ളത്. ജനങ്ങൾ അവർക്ക് അധികാരം കൊടുത്ത് അവരാ അധികാര കസേരയിൽ ഇരുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 5 കൊല്ലം ഭരിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. അത് ഈ പറയുന്ന തോതിൽ 2 കൂട്ടരും കൂടെ ചേർന്നുകൊണ്ട് ഇപ്പൊ അങ്ങ് മലമറിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടി ഈ കോപ്രായങ്ങൾക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ഈ ഒരു ഇടക്കാല ജാമ്യം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനെയും സംബന്ധിച്ചിടത്തോളം 8ന്റെ പണിയല്ല 16ന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തന്നെ. ഇതിനു മുന്നേ കാപ്പ കേസിൽ പിന്നെ ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്നുള്ളത് BJPക്ക് തന്നെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. കാരണം എന്ന് പറയുന്നത് BJP തന്നെ പച്ചയ്ക്ക് തുറന്നടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് നിയമിച്ചവർ തീർച്ചയായിട്ടും സുഗതന് ഒരിക്കലും ആ കാപ്പ കേസ് നിരപരാധിയാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിൽ ഒരു പ്രതീക്ഷയും BJPക്ക് ഇല്ല എന്നുള്ളത്, പ്രതീക്ഷ മുഴുവനും കോടതിയിലാണ് എന്നുള്ളതും BJP തന്നെ പച്ചയ്ക്ക് തുറന്നടിച്ച ഒരു കാര്യമായിരുന്നു. ഇപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. കാപ്പ ആ ഒരു കേസ് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇടക്കാല ജാമ്യം കോടതിയിൽ അനുവദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി സുഗതന് സുഖകരമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന തോതിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. എന്തായാലും സംഘികൾക്ക് ഇന്ന് ആഘോഷരാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തോതിൽ LDF-നും UDF-നും ഇന്ന് ദുഃഖാചരണമായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം എന്ന് പറയുന്നത് അവർ വിചാരിച്ചിരുന്ന പല സ്വപ്നങ്ങളും ഇന്നത്തോടു കൂടി ആകപ്പാടെ പൊളിഞ്ഞ് പാളീസായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും UDF-നെയും LDF-നെയും സംബന്ധിച്ചിടത്തോളം ഇത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തൊക്കെ പറഞ്ഞാലും ശിവൻകുട്ടി സഖാവൊക്കെ ഇതൊക്കെ എങ്ങനെ സഹിക്കും എന്നാണ് അറിയാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ശബരിനാഥന്റെ സ്വപ്നങ്ങളും ശബരിനാഥന്റെ വ്യാമോഹങ്ങളും ഒക്കെ തന്നെയും കാറ്റിൽ പറത്തി എല്ലാ രീതിയിലും പൊളിഞ്ഞ് പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഇനി രാജിവെച്ച് പുറത്തു പോകുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ശബരിനാഥന് നല്ലതെന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വെല്ലുവിളിയൊക്കെയാണ് അവിടെ നടത്തി. അവിടെ പിടി വലി എന്തൊക്കെയായിരുന്നു പ്രഹസനങ്ങൾ. സുഗത ഇനി വരുന്നതോട് കൂടി തന്നെ ശബരിനാഥൻ ഇനി എന്താ പറയുക ഓടി ഒളിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, ഇനി രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. എന്തായാലും വല്ലാത്തൊരു കഷ്ടമാണ് യഥാർത്ഥം പറഞ്ഞാൽ സംഘികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ LDF-നും UDF-നും കിട്ടിയിരിക്കുന്ന ഈ ഒരു കനത്ത പ്രഹരം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമായി പോയി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റ് കോടതിയിൽ നിന്നും എന്തായാലും LDF-നും UDF-നും അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തായാലും BJP സംബന്ധിച്ചുള്ള ഇനി ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഇനി എന്ത് തന്നെ ആയാലും 5 കൊല്ലം VV രാജേഷ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിട്ട് തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടുകൂടി തന്നെ സുഗതന്റെ റേഞ്ചാണ് ഏറ്റവും വലിയ തോതിൽ ഉയർന്നിരിക്കുന്നത്. കാരണം ആകപ്പാട വട്ടിയൂർക്കാവിൽ മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രം നിലനിന്നിരുന്ന സുഗതനെ കേരളം ഒട്ടാകെ ഒരു വലിയ നേതാവാക്കി ഉയർത്തിക്കൊണ്ട് വന്നത് ആരാണ്? ഈ പറയുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും കൂടിയാണ് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും അതിന് സംഘികൾ കമ്മികളോടും അതോടൊപ്പം തന്നെ കൊങ്ങികളോടും നന്ദി അറിയിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കാരണം ഒരു നേതാവിനെ കൂടി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കമ്മിയും കൊങ്ങിയും കൂടി BJPയെ സംഘികളെ സഹായിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും സുഗതനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയാണ് എന്ന് തന്നെ പറയാം. കാരണം ജയിൽവാസമൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വന്നെങ്കിലും ജനങ്ങൾക്കിടയിൽ അങ്ങേരുടെ ഒരു ഇമേജ് വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിലുള്ള പാരയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം
അത് തീർച്ചയായിട്ടും എന്താണ് എന്നുള്ളത് മേയർ വി രാജേഷ് ഈ ഒരു ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ പരമാവധി പൊളിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൊളിച്ചടുക്കി കമ്പികളുടെയും അതോടൊപ്പം തന്നെ കൊങ്ങികളുടെയും ഒക്കെ തന്നെ പല തരത്തിലുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൊക്കിക്കൊണ്ടുവന്ന് നാട്ടുകാർക്ക് മുന്നിൽ എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇനി അതിന്റെ ഇരട്ടിയായിരിക്കും ഇനിയിപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത്. 5 കൊല്ലം കൊണ്ട് അങ്ങേര് തൂത്തെറിയാനുള്ളതെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഇനി അവിടെ തിരുവനന്തപുരത്ത് നടത്താൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ ആരൊക്കെ പെടും, ഏതൊക്കെ ആൾക്കാർ പെടും, ഏതൊക്കെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ പെടും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെ. എന്തായാലും ഇനിയിപ്പോൾ 5 കൊല്ലം BJP അവിടെ ഭരിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും വലിയ തോതിൽ പണി കിട്ടിയിരിക്കുന്നത് LDF ആണ്. കാരണം ഇനിയിപ്പോൾ LDFന്റെ ഭരണം തിരുവനന്തപുരത്ത് നോക്കണ്ട കോർപ്പറേഷനിൽ എന്നുള്ളതാണ് അടിവരയിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ പറയുന്ന തോതിലുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ തന്നെ കാണിച്ചു കൂട്ടിയിട്ട് ഇനി ജനങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും എത്തിക്കുമെന്നാണോ വിചാരം? ഒരിക്കലുമില്ല. സപ്പോസ് സുഗതന് ജാമ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ പോലും ഈ പറയുന്ന വാർഡിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അവിടെ LDF ഇട്ട് തന്നെ പൊട്ടുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. എന്തായാലും അതിന്റെ ഒന്നും തന്നെ ആവശ്യം വന്നില്ല. കോടതി ഇപ്പോൾ ജാമ്യം കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. ഇടക്കാല ജാമ്യമാണെങ്കിൽ പോലും ഇത് സംഘികളുടെ വലിയ വിജയം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുഗതന്റെയും വലിയ വിജയം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും സുഗതന് ഈ കൗൺസിലറായിട്ട് തുടരാം, സത്യപ്രതിജ്ഞ ചെയ്യാം. BJPക്ക് 50 കൗൺസിലർമാർ എന്നുള്ള അതിൽ നിന്നും ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. ഭൂരിപക്ഷത്തോടു കൂടി തന്നെ, അതായത് സ്വതന്ത്രന്റെ കൂടി സപ്പോർട്ടോടു കൂടി ഭൂരിപക്ഷത്തോടു കൂടി തന്നെ BJP ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്നുള്ളത് 100% വ്യക്തമായിരിക്കുന്നു. ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ അടുത്തും വലതുപക്ഷത്തിന്റെ അടുത്തുമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രതിപക്ഷത്താണ് ഇരുത്തിയിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇനിയും ഈ പറയുന്ന പൊറാട്ട് നാടകങ്ങൾ കാണിച്ച് അവിടെയുള്ള ജനങ്ങളെ വീണ്ടും വീണ്ടും വെറുപ്പിച്ച് ഉള്ള പ്രതിപക്ഷ സ്ഥാനം കൂടി കളയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നത്. മര്യാദയ്ക്ക് ഈ പറയുന്ന തോതിൽ പ്രതിപക്ഷമായി നല്ലൊരു പ്രതിപക്ഷമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുക. അതിലൂടെ നിങ്ങൾ വീണ്ടും കയറി വരാൻ ശ്രമിക്കുക. അത് ജനങ്ങൾക്ക് ആ ഒരു വിശ്വാസം, നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിലല്ലാതെ ഇരിക്കുന്ന കൊമ്പ് കയറി വെട്ടുന്ന തരത്തിലോട്ടുള്ള ഇമാതിരി ഊള പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള സ്ഥാനം കൂടി ജനങ്ങൾ തന്നെ തൂത്തെറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഓർത്താൽ നല്ലത്.